അളിയങ്കട്ട കാലം ഇവിടെ ഇല്ലാതാ മതിയെന്ന്. ബാട്ടിയാ താത്ത് ആ അംസേ ജാ കേറിരിക്കേ. ആ താത്ത ബാവുട്ടി വന്നിക്കണില്ലേ? ഞാൻ എപ്പോഴാ അറിഞ്ഞത്? ഞാൻ അങ്ങാടി ഇരിക്കുമ്പോഴെ മുജീബാക്കേ മൂപ്പരോട് പറഞ്ഞ് ഓൻ വന്നിക്കണെന്ന്. എന്റെ നമ്പർ ഉണ്ടല്ലോ അത് മാറിക്കണ്. ഞാൻ അത് കൊടുക്കാനും മറന്നു. അത് കൊടുത്ത് ഓന്നെ വിളിച്ചിന്ന്. അതാ ഞാൻ അറിയാൻ വൈകിയത്. എവിടെ ഓ അത്തുണ്ടാ? ഓൻ നേരെ വൈകുന്നേരമാണ് വന്നാംസേ. ഓൻ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ അതാ പുറത്തേക്ക് ഇറങ്ങട്ടെ പറഞ്ഞിട്ട് മാറ്റണ്. പിന്നെ എന്താ കുട്ടിത്തൊക്കെ വർത്താനം? സുഖമല്ല എനിക്ക്? പിന്നെ അന്നെ ഈ വൈക്ക് കാണലെന്നല്ല. ഓൻ വേണ്ട എനിക്ക് ഇങ്ങോട്ട് വരണമെങ്കിലേ. എത്ത താത്ത നേരം കിട്ടണ്ടേ? അവിടെ ഇവിടെയൊക്കെ ഓരോരോ പണിയൊക്കെ നടക്കല്ലേ, അപ്പൊ വരാൻ നേരം കിട്ടൂല അല്ലേ? ആളിയാക്കണ്ട അവിടെ. ആളിയാക്ക് ഇപ്പം അവിടെ പോയിന്ന്. നമ്മളാ പെര വാടകയ്ക്ക് കൊടുത്തിക്കാണല്ലോ, അതിന് വാടക വാങ്ങാൻ വേണ്ടി പോയതാ. ഇജ്ജ് ഏതായാലും ഇവിടെ ഇരിക്കേ, ഞാൻ ബാവുട്ടീനെ വിളിച്ചട്ടാ. ബാവുട്ടി അന്റെ ആ വംസത വന്നിട്ടുണ്ട്. ആളിയാക്ക് നമ്മളാ പെരല്ലേ ഇപ്പോഴും വാടകക്കാരുണ്ടോ? ഇപ്പോഴും ഉണ്ട് വാടകക്കാരെ. പൈസ വാങ്ങട്ടെ കുറെ ആയി കിട്ടിയിട്ടൊക്കെ പറഞ്ഞാണ് പോയതാ. ബാവുട്ടി ഇജ്ജിപ്പോ എടുക്കാൻ പോണ്ട്? ആ ഞാൻ ഉറപ്പില്ലാത്ത ഞാൻ പുറത്തൊന്നും ഇറങ്ങി വരാച്ചിട്ടേ. അതാ കുട്ടികൾ വന്നിട്ട് ഞാൻ പെരുന്നാക്ക് എപ്പോഴും ഒരു പോയത് കുട്ടികളൊക്കെ ഒന്ന് പോകും നമുക്ക്. ആ ഓ രണ്ടാളും വന്നിരുന്നു. കുട്ടികളും മക്കളൊക്കെ കൂടി ഇവിടെ എല്ലാ ചക്കവൊക്കെ ആയിരുന്നു. ഇജ്ജ് വരുന്ന വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ പറയുകയാണെങ്കിൽ ഒരു പോവില്ലട്ടാ. പിന്നെ ഇജ്ജ് ഇപ്പണ്ട് ഇറങ്ങിയല്ലേ, രണ്ടാളടുത്തൊന്ന് കടത്താണ്ട് പോരെ? ആ തന്നെ ഏതായാലും ഓലെ ഒന്ന് പോണം. അല്ലാത്ത റസീനാനത്തെ പിന്നെ കണ്ടിരുന്നു പോളെ വർത്താനൊക്കെ. ഓളെ പിന്നെ വേറെ കെട്ടിച്ചെന്തേലും ചെയ്തോ? ആ ബാവട്ടെ, ഞാൻ ഇപ്പം അടുത്തൊരു സോളെ കണ്ടു കല്യാണ പെരേന്ന്. ഞാൻ ഓളും കൂടി കുറേ വർത്താനം പറഞ്ഞു. എൻ്റെ വർത്താനം കൂടെ ചോദിച്ചു. ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ടാ. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നത്. എന്താ വെച്ചിട്ട് സമ്മതിക്കാഞ്ഞിട്ടാണോ എനിക്ക് ശരിയാവാഞ്ഞിട്ടാണോ ഞാൻ അതിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. ആ കാര്യത്തിൽ നമ്മക്കേ അന്ന് കുറച്ച് ധൃതി കൂടി. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് വണ്ടി ആ അലേക്ക അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ പോന്നു? പ്രത്യേകിച്ച് എന്തേ? ഒന്നുമില്ല അലേക്ക, നമ്മളെ വാവുട്ടി വന്നിക്കണെന്ന് പറഞ്ഞപ്പോഴേ ഓനൊന്ന് കാണാൻ വേണ്ടി വന്നതാ, വേറെ ഒന്നുമില്ല. ആ ശരി, ഓമാ നോക്കണോ? വാവിട്ടരാക്ക പിന്നെ ഓൻ പുറത്തേക്കാണ് വരൂലേ? ഇനിയിപ്പോ ഓൻ പോണവരെ എനിക്ക് പണിക്കൊന്നും പോണ്ടല്ലോ. ഓന്റെ ചെലവിൽ ഇങ്ങനെ നടന്നാൽ മതിയാവുമല്ലോ. അത് എത്ത് വർത്താനാളിയൊക്കെ നിങ്ങൾ പറയണ്ടേ? ഞാൻ ബാപ്പുട്ടി ചെറുപ്പത്തിലുള്ള ബന്ധല്ലേ, അത് നിങ്ങൾക്ക് അറിയില്ലേ? ഓന്റെ കൈക്കുള്ള കായ ഉണ്ടിട്ട് ഞാൻ ഓനെ കാണാൻ വന്നത്. ഈ ജാതി വർത്താനങ്ങൾക്ക് ഇവിടെ പറയത്തിട്ടാ. ഇച്ചറിയാം. ആ ഹംസ എത്ര നേരം നിക്കണോ? അവിടെ ഇരുന്നാ അളിയാക്കൊടുക്ക് പോയിട്ട് ഞാൻ എന്നിട്ട് എന്തൊക്കെ ഹംസ എന്റെ നമ്പർ മാറിയിക്കോണില്ലേ? ഞാൻ വെറുതെ അല്ല വിളിച്ചിട്ട് കിട്ടാത്ത. ഞാൻ കൊറേ വിളിച്ചോടായിക്ക് വന്നേക്കണേ. നമ്മളെ സുധാകരന്റെ വർത്താനം. അത് എങ്ങനെ ബാപ്പുട്ടിയെ അനക്ക് എന്നെ വിളിച്ചാൽ കിട്ടുക? എന്റെ പഴയ നമ്പർ ഉണ്ടല്ലോ അത് മാറി, ഇപ്പൊ ഞാൻ പുതിയ എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ വിളിച്ചിട്ടില്ലല്ലോ ആ നമ്പർ. പിന്നെ നമ്മളെ സുധാകരല്ലേ വാർഡുണ്ട്, ഞാൻ വരുമ്പോ ഓനെ വിളിച്ചതാ. ഓനോ ചെറിയ ചുറ്റിക്കളിയിലാണ് പണിയിലേ, ഓടോ വന്നില്ല. ഇജ്ജ് വന്ന വിവരമുണ്ടല്ലോ, നമ്മളെ മുജീബ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അല്ല കുട്ടിയെ ആയത്തേനും ഒന്നും കൂടി തടിച്ചിട്ടുള്ള എന്താ നല്ല റായത്താണ് കഴിക്കാറ് അവിടെ അല്ലേ? എന്ത് റായത്തടാ. ആ എന്നാലും അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നമ്മുടെ നാട്ടില് രസം കിട്ടുള്ള എന്തൊക്കെയാ പറഞ്ഞാലും അതില്ല എന്തൊക്കെയാണ്. ഇത് പുറത്തിറങ്ങുമ്പോഴേ പെണ്ണുമാരുടെ അടുത്ത് മോട്ടിന്റെ അടുത്തൊന്ന് പോയിക്കോട്ടി. ഒരു പറഞ്ഞ കാരണം കാണാൻ പുതിയ നിൽക്കല്ലേ കാരണം. അത് ശരി, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും ചെയ്യരുത്. കണ്ടവരപ്പ വൈകുന്നേരം ഫോൺ ചെയ്തോണ്ടി. ആ അലിയാക്കാൻ്റെ കണക്കൂട്ടുണ്ട് ആ കാണിച്ചാൽ ഞാൻ ചായ എടുക്കാൻ പറഞ്ഞല്ലോ അതാനോട്. മാണ്ട മാണ്ട കുട്ടിയെ ചായ എടുക്കാന്ന് വെച്ച് പറയണ്ട, നമുക്ക് ചായ പുറത്തുനിന്ന് കുടിച്ചാൽ എന്നാ വാ നീ താത്താ ഞാൻ വരട്ടോ. എന്നാ വാ വണ്ടി എടുക്കും. അല്ല കുട്ടിയെ, ഇജിപ്പോ ഇന്നലെ വൈകുന്നേരം വന്നാളോ? ഇന്ന് രാവിലെ പണിക്കിറങ്ങിയ ആളാണോ ഓനെ? ഹംസ ആ കേസറ ഓന്റെ അടുത്ത് കൊടുത്തിക്കാണ്ടേ രാവിലെ എന്റെ വരിക്കാട് വന്നതാ. ഞാൻ പറയുമ്പോഴാണ് അറിയണ്ടേ. ഇപ്പൊ നിങ്ങള് എവിടെയും ഇത്ര നേരം? ആ അത് മുജീബാക്ക, ഞങ്ങള് രാവിലെ പെങ്ങളെ കുട്ടികളെ അടുത്തൊക്കെ ഒന്ന് പോയി. ഓല രണ്ടാളോടൊക്കെ പോയി കെട്ടിച്ചോടത്തൊക്കെ പോയിക്കാണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരികയാണ്. പിന്നെ ഹംസന്റെ ഓരോരോ പരിപാടികളും നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ഹംസന്റെ സ്വഭാവം
അവിടേക്കാ അളിയാരും പെങ്ങളും പെങ്ങളെ കുട്ടികളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ വരവിനും വന്നിങ്ങനെ നടക്കും. സ്വന്തം കാര്യമൊക്കെ നോക്കണം ഇനി വന്നുകാണ്ട് അല്ലേ? അത് ഓൻ പറഞ്ഞത് ശരി കേട്ടോ. ആ അത് സുധാകരൻ പറഞ്ഞാലും കാര്യമുണ്ട് ഓട്ടിയെ. ഇജിപ്പോ ഈ ഓരോ കൊല്ലം കൂടുമ്പോ ഇങ്ങനെ വരും പോകും. പെങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടത് അങ്ങനെ ചെയ്തു കൊടുക്കും. ഇതൊക്കെ ഓർക്ക് പേരാറ്റ പെങ്ങളെ കുട്ടികളെ കെട്ടിച്ച പോലെ സൽക്കാരം ഇതൊക്കെ. ഇതിന്റെ അടിയിൽ ഒരു കാര്യം മറന്നുകൊണ്ട് എന്റെ സ്വന്തം കാര്യം അത് ഓൻ പറഞ്ഞു തന്നെയാണ് അതിന്റെ നേര് അല്ലേ? അതെത്താ മുജീബാക്ക, പെങ്ങളെ കുട്ടികളും പെങ്ങളും അളിയനൊക്കെ തന്നെ എനിക്കുള്ള എന്റെ കുടുംബം. അതിലൊന്നും കുഴപ്പമില്ല. ഓലെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളൊന്നും വേറൊന്നും അല്ലല്ലോ. ഞങ്ങളൊക്കെ ഒന്നല്ലേ. അതിന്റെ പൊന്നാര മുജിബാക്ക, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ഈ സാധനത്തോട് ഞാൻ എത്രങ്ങാനും വട്ടം ഓതി കൊടുത്തു അറിയങ്ങള് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇതെന്താണ് ആ തെജലുണ്ടല്ലോ ഒരു ആളിയാക്ക, അത് ഇതിനെങ്ങനെ പിജ്ജ, അത് വേണം ഇത് വേണം, അത് കൊണ്ടേ ഇത് കൊണ്ടേ. ദുനിയാവിലില്ലാത്ത എല്ലാ സാധനവും ആ അമ്പിന് വേണം. ഇത് എന്നാ അയാളെ പണി. കല്യാണം കഴിച്ച് ഇതിനൊരു ജീവിതം ഉണ്ടായി കൊടുക്കുന്ന ആ മനുഷ്യന് ഒരു ചിന്തയില്ല. നമ്മൾ പറയേണ്ടത് എത്രങ്ങാനും ഓദിക്കുന്നതിനോട് നീ ഞാൻ മുമ്പിൽ വർത്താനം അല്ല. പിന്നെ അതൊക്കെ വിടാംസേ, ഇനിയിപ്പോ അതൊന്നും നാളൊന്നും ഇപ്പൊ ഇനി സംസാരിക്കണ്ട. അല്ല സുധാകര, നമുക്ക് മീൻ പിടിച്ചാൽ പോണ്ട. എൻ്റെ അടുത്ത് വലഞ്ഞപ്പോ ഞാൻ നോക്കാം. വിളിച്ചു വല കാട്ടിയത് അല്ലതില്ല. വലൊക്കെ 3-4 അത് എവിടൊക്കെ ആരൊക്കെ കൊണ്ടേക്കണത് നമുക്കൊരു തപ്പെടുക്കാം. അല്ലെങ്കിൽ എത്ര വല നമുക്ക് ചൂണ്ടിട്ടാ പോലെ. ആ ചൂണ്ടല് മഞ്ഞിൽ എനക്കാണ് നീർക്കോലിനെ കൊടുന്ന ആളെ അംസ. എനിക്ക് ഓർമ്മ പണ്ട് അന്റെ ചൂണ്ടല് വരെ നമ്മള് ഇവിടെ ഓട്ടം ചെല്ലാൻ ജീവാക്കാം. അപ്പുറത്ത് ചോദിക്കും അല്ലേ? ആ താത്ത അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാ റസീനച്ച എവിടുന്നാ വരുന്നേ? ആ അത് താത്ത എനിക്ക് അക്ഷയരേ ഒരു ചെറിയൊരു പണി കിട്ടിയിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുകയാണ്. പിന്നെ ബാപ്പുട്ടിയാക്ക് വന്നിക്കണോ അല്ലേ? ബാവട്ടി വന്നനടി, അതിന്റെ കാര്യമൊക്കെ ചോദിച്ചു. എന്താ കാട്ടുക, അന്നപ്പോ അങ്ങനെയൊക്കെ ആയില്ലേ. നമുക്ക് വിധി ഉണ്ടാവില്ല ഒന്നിച്ച് നിൽക്കാൻ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതിനിപ്പോ എന്താ ഇപ്പൊ താത്തപ്പ ഞാൻ പറയാം. അതിനിപ്പോ ബാപ്പുട്ടിയാക്കാനും മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് അന്നത്തെ ആ ഒരു പക്വതയില്ലായ്മയില് ഞാൻ അന്നാണ് ഇറങ്ങിപ്പോയും ചെയ്തു. പിന്നെ ബാപ്പുട്ടിയാക്ക് എന്നെ കുറെ വന്ന് വിളിച്ചൊക്കെ ചെയ്തു. അന്നത്തെ ഏറെയും വാശൊക്കെ പാടായിട്ട് എന്താ ചെയ്യണു. ഇപ്പൊ കുറെ കഴിയുമ്പോ ഞമ്മക്ക് മണ്ടിലിരുന്ന് തോന്നും. എന്നാ താത്ത ഞാൻ പോട്ടെ. നോക്കി മനസ്സാ, നമുക്കേ പാവട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ. ഓൻ എങ്ങനെ വിട്ടാ മതിയാ? ഓൻ വരിക പോവുക അതായാ മതിയാ? ഓനെ കല്യാണം നോക്കണ്ടേ? നോക്കി നിങ്ങളോടാണ് ഈ പറയണ്ടേ. എത്തജ്ജ് പറേ ഓനും വേണ്ട ഒരു കുടുംബം. ഓൻ എത്ര പ്രായമായി നിങ്ങൾ വിചാരം? എത്തജ്ജി പറഞ്ഞേ. ഓന്റെ കുടുംബക്കാരൊന്നും ഇല്ലേ? ഞാനും ഇജ്ജു നമ്മളെ മക്കളൊക്കെ പിന്നെ ആരാ ഓന്റെ കുടുംബക്കാരനല്ലേ? അവിടെ ഒരു വർത്താനം. അതപ്പ എന്റെ വർത്താനം. അങ്ങനെ ആയപ്പോ ഒരു പെണ്ണാവോ? പൊന്നാരന്റെ ജമീല, നടക്കാത്തിനിപ്പോ എത്താ ഞാൻ കാട്ടണു. ഓന്റെ ഓരോ വരവിന് ഞാൻ എത്ര എണ്ണം കാട്ടിക്കൊടുത്തു. ഇത് ഓരോരുത്തർ കാസറ്റ് വന്നപ്പോ എന്താ ഞാൻ കാട്ടണു? ആ ഞാൻ നോക്കായിട്ടൊന്നല്ലോ ഓന്റെ കല്യാണം നടക്കണില്ല. നോക്കാണിന്ന് ബാവട്ടി എന്നോടൊരു അഭിപ്രായം പറഞ്ഞ്, നമ്മളെ ബാവട്ടിന്റെ ആദ്യ കല്യാണം കഴിച്ച പെണ്ണില്ലെന്ന് റസീന, ഓൾ തന്നെ തിരിച്ചെടുത്താലോ എന്ന്. അലയങ്കാരോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ അറിഞ്ഞോട്. എത്ര നിങ്ങളെ അഭിപ്രായം? ഇച്ചപ്പോ കേട്ടപ്പോ സന്തോഷായി. ഇനി വേറൊന്നും തരണ്ടല്ലോ. അതൊന്നും നടക്കൂല. അതാ പറ്റി പറയണത്. അത് ശരി, ഓനെ ഇഞ്ഞി കൊടുക്കാനേ ഞാൻ കൂട്ടിക്കൂല. ഇതും പറഞ്ഞോണ്ടാ വന്നില്ലേ? അതിനിപ്പത്തെ കൊടുക്കാന് ഓരോ ഓക്ക് ഇഷ്ടമാണ് ഞാൻ നടത്തി കൊടുക്കണം. അതിന് ഉച്ചങ്ങൾക്ക് എത്താം. പിന്നെ ഒരു നിസാര കാര്യത്തിനല്ലേ അന്ന് ഓല് തെറ്റിപ്പിരിഞ്ഞത്. അത് നിങ്ങളെ മൂർത്താന്നുണ്ടായ കാര്യം തന്നെയാണ്. ചിലക്കാതിരുന്ന ജമീല അവിടുന്ന് എൻ്റെ ഒരു മൂർത്താക്. ഇജറിയാത്ത കുറെ കാര്യങ്ങളുണ്ടായില്ലേ, അതുകൊണ്ടാണ് ഞാൻ അന്ന് ഓല കൊണ്ട് അത് കാര്യം തീർപ്പിച്ചത്. അല്ലെങ്കിലും റസീനാനെ കേട്ട ഓൻ അത്ര വലിയ ബൂതിയും കമ്പൊന്നുമില്ല. ഇജാണ് ഈ പറഞ്ഞാണ്ട് അങ്ങനെ ബൂതിപ്പിച്ചത്. എത്തപ്പ പറഞ്ഞു ബോധിപ്പിച്ചാന്? ഓ ചെറിയ കുട്ടിയട്ടെ. ഓനോട് ഞാൻ തന്നെ പറഞ്ഞത് ഇനി ഇജ്ജ് കല്യാണം കഴിച്ചിട്ട് ഗൾഫിക്ക് പോണ്ടാന്ന്. ഓനുള്ളതൊക്കെ അത്യാവശ്യം ഓണ്ടാക്കിക്കുന്നു. പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ വേണ്ടത്? അതിന്റെ ഇടയിൽ അതും പറഞ്ഞോ? ഓനിപ്പോ അവിടെ നല്ലൊരു പണിയും തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആളല്ലേ. അതൊക്കെ ഒഴിവാക്കിയാണ്ടോ ഇങ്ങോട്ട് വന്നിട്ട് പണ്ടത്തെ മാതിരി ചാക്കേരം നടക്കല. ഓൻ പണ്ട് ചാക്കേറ്റി നടക്കണ കാര്യം ആലോചിക്കുന്ന മനസ്സിന് ഒരു നെഞ്ഞൊരു പൊട്ടലാ. ഓ വല്ലാത്തൊരു വേദന. എന്തെങ്കിലും ചാക്കേറ്റി കൂടെ? ആ ശരി, ഞാൻ പണിക്കുവാനായത് എനിക്ക് ഒരു എട്ടിന് ശേഷം പിന്നെ ഞാൻ പണിക്കുവാലുണ്ടോ എനിക്കറിയില്ലേ? പണിക്കാകുമ്പോ നിങ്ങൾക്ക് ഒരു വേദന നിങ്ങൾക്ക് വല്ല എന്നെ കൂടെ പറയിപ്പിക്കണ്ട നിങ്ങള്.
നോക്കി നമ്മളല്ലാതെ ആരാ ഓൻ്റെ കാര്യത്തിൽ ഏർപ്പെടാനുള്ളത്? ഓൻ്റെ കാര്യമൊന്നും ഓൻ നോക്കിയിട്ടല്ല. നിങ്ങൾ രണ്ട് കുട്ടികളെ കല്യാണം പെരപ്പണി എന്തൊക്കെയോ ഓൻ നടത്തി തന്നത്. എന്നാൽ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഓൻ എല്ലാ കാര്യം നിങ്ങളോട് ചോദിച്ചാലുണ്ടോന്. അത് നിങ്ങൾ എങ്ങനെയാണ് സമ്മതിച്ചാളി ആ കല്യാണത്തിനൊന്ന്? ആ ചെയ്തു കൊടുക്കുമല്ലോ, ചെയ്യാതെ പിന്നെ എങ്ങനെ? ഓനെ ഞാൻ എന്റെ അളിയനായിട്ടല്ലല്ലോ കാണുന്നത്, എന്റെ മൂത്ത മകന്റെ സ്ഥാനത്താണ് ഞാൻ ഓനെ കാണുന്നത്. അല്ലെങ്കിൽ ആ റസീനായിട്ടുള്ള ഒന്നും നടക്കൂല, അതൊന്നും വേണ്ട. ഓന് ഞാൻ നല്ലൊരു ആലോചന കൊണ്ട് നോക്കിയിട്ട് ഒരു ആലോചനയിലുണ്ട്. അളിയാക്ക ആ അവിടെ ഞങ്ങൾ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയണേ. താത്ത പറയണു ഇക്കുറിത്തെ ഈ വരവിനെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. താത്താക്ക് മാത്രല്ല ഇച്ചുണ്ട അഭിപ്രായം. നമുക്ക് ഏതായാലും ഒരു കല്യാണം നടത്തണം. ഇത് ഏതായാലും ആ റസീനാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അത് വിട്, അത് നമ്മൾ ഒഴിവാക്കിയ കേസല്ലേ, അത് ഇനി കൂട്ടിക്കെട്ടിയാൽ ശരിയാവില്ല. പിന്നെ നല്ലൊരു ആലോചന എൻ്റെ ഒരു മനസ്സിലുണ്ട്. നമ്മൾ ആ പോക്രാക്കാന്റെ മകളുണ്ടല്ലോ, നമ്മളെ ആ ഉബൈദിന്റെ പെങ്ങളെ, ഓളിപ്പോ ഇങ്ങനെ കെട്ടിച്ച് കാര്യം തീർത്ത് നിൽക്കല്ലോ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എത്താ എൻ്റെ അഭിപ്രായം? ആ അതൊന്നും ശരിയാവും തോന്നണില്ല അളിയാക്ക. അമ്മ ഞങ്ങൾക്ക് പിന്നെ ആലോചിക്കാം. ആവട്ടെ, പിന്നെ ആലോചിക്കല്ല, ഇപ്പൊ തന്നെ വേണം. പിന്നെ ഈ ആളിയാൾക്ക് പറഞ്ഞ കേസില്ലേ, ഒന്ന് പോയി നോക്കാം. രണ്ടാളും കൂടി ഒന്ന് പോയി നോക്കി കേട്ടോ. എന്നിട്ട് പറ്റുന്നത് പറ്റാത്തൊക്കെ പിന്നെ തീരുമാനിക്കല് കേട്ടാ. ഇമ്മ ഒരു വന്നുട്ടോ. ആ സിൽമ മാറ്റിക്കണോ? ഞങ്ങൾ പോയി ചായക്ക് എടുക്കാൻ നോക്കി. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. കേറിയിരിക്കെ. അവിടെ ഉബൈദ് മനസ്സിലായോ? ഓളെ ആങ്ങളേണേ ഉബൈദ്, എനക്ക് മനസ്സിലായോ? മെയ്തുട്ടേക്ക ഔട്ടേക്കനെ കണ്ടിട്ടുണ്ട്. ആ ഉപേദ, മേതുട്ടി പറഞ്ഞപ്പോ നിങ്ങളെപ്പം ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ എത്ര മക്കളാണ്? എന്തപ്പോ എനിക്ക് പരിപാടി? ഞങ്ങൾ 3 മക്കളാണ്. എന്റെ താഴെയുള്ളതാണ് സെൽമ. ഞാൻ പിന്നെ ഇവിടെ ഒരു ഫ്ലൈവുഡ് കമ്പനി ഡ്രൈവറായിട്ട് പോവാണ്. എന്നാലും ഇപ്പൊ നേരം കളയണ്ട, സൽമാനെ വിളിച്ച. ഇതാണ് പുതിയ ആപ്പിളേ, അങ്ങോട്ട് കൊടുക്കേ. ഇല്ലാവട്ടെ, നമുക്ക് എന്തേ പറയണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലമ്മ ഓല് പോവാന്ന് പറഞ്ഞു. എത്തോളം അഭിപ്രായം? സൽമാന്റെ അഭിപ്രായം നമുക്ക് പറ്റിയിട്ടില്ലേ? പറ്റായികൊന്നുമില്ല. ഹലോ, ആ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടേന്നു. നിങ്ങളെ പെങ്ങളെ പെണ്ണാണാൻ വേണ്ടി വന്നിരുന്നില്ല അവിടെ ഒരു കൂട്ടര്. ആ അതന്നെ അതന്നെ അതന്നെ, അതിനെ പറ്റി പറയാൻ വേണ്ടിട്ടേന്. അല്ലല്ലല്ല, നല്ലൊരു കാര്യം പറയാനാ. ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല, അതല്ല പറഞ്ഞേ. ആ ഓനിപ്പോ കണ്ണൂര് ഒരു പെണ്ണൊക്കെ കെട്ടി കുട്ടികളൊക്കെ ഉള്ള കാര്യമൊക്കെ പറഞ്ഞല്ലേ, നിങ്ങളോടൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ? ആ തന്നെ അറിഞ്ഞിട്ടില്ലേ? എന്നാ അങ്ങനെ ഉണ്ട്. ആ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ചളിക്കുട്ടിന് ചാടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അറിഞ്ഞു വിളിച്ചു തന്നെയാണ്. ഓല് നമ്മൾ എല്ലോ അറിയണാണ്. ആ ഉണ്ട് 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 കേട്ടോ. നിങ്ങൾ നല്ല നല്ല അന്വേഷിച്ചിട്ടൊക്കെ മതി അത് കല്യാണം നടത്താന്. ആ അങ്ങനെ പാടുള്ളൂ. അത് നിങ്ങൾക്ക് അതന്നെ നിങ്ങൾ അറിഞ്ഞ നന്നായി. അതന്നെ അതന്നെ അതന്നെ. ഓ അത് ആലോചിച്ചിട്ട് നടത്തിയാൽ മതി. അവിടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. അതന്നെ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞങ്ങൾ അന്വേഷിച്ചു വരുന്നാലും ശരി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മെയ്തുട്ടേക്ക ഞങ്ങളൊന്ന് കാണാൻ ചിട്ടിക്കുന്നു. എന്നാലും നമ്മളൊക്കെ എത്രയും അടുത്ത ആൾക്കാരായിട്ടും നിങ്ങൾ ഈ ചതി നമ്മോട് ചെയ്യാൻ പാടില്ല. ഇജ്ജ് തെളിയിച്ച് പറയാ. ഇജ്ജ് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാണില്ല. എന്ത് ചതി അയച്ചു എന്നാ ഇജ്ജ് പറഞ്ഞേ? നിങ്ങൾ അളിയനെ കണ്ണൂർ ഒരു പെണ്ണുങ്ങളും കുട്ടികളെ വരെ മറച്ചു വെച്ചിക്കാണ്ടേ ഇന്റെ പെങ്ങളെ പെണ്ണാണാ വന്നിക്കാണ്ടേ ഈ പണി നമ്മോട് ചെയ്യേണ്ടി ചെയ്യുന്നു. എടാ ഉബൈദേ, ഇജ്ജ് കേട്ടത് മുഴുവൻ ശരിയൊന്നുമല്ല.
ആരോ കണ്ണൂരിന്ന് തെരഞ്ഞു വന്നിന്നു ഞാൻ കേട്ടു, അത് ശരി തന്നെ. പക്ഷേ ബാക്കി പറഞ്ഞൊന്നും അതിൽ ശരിയല്ല കേട്ടോ. ഏതായാലും ഈ വിഷയത്തില് ഞങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഇനിയിപ്പത്തേക്ക് തിരിയണുള്ളൂ. അന്വേഷിച്ചോ പെരുത്ത് നടക്കും. മനുഷ്യൻ ഇവിടെ ഓരോന്ന് മുടക്കാൻ പെടുന്ന പാടെ. ആലയം കുരിപ്പിനാണെങ്കിൽ ഒരു സിഗരറ്റ് പോലെയോ കള്ളുകൂടിയോ അതുമില്ല. ബാബു ഒരു കുപ്പി വെള്ളം. ആ ഉപേദ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന. അല്ല ഉപേദ, നമ്മളെ വോട്ടിയിട്ടും പറഞ്ഞച്ച കല്യാണം എന്തേ വേണ്ടച്ചു? ഉജിയാക്ക ആ കല്യാണക്കാരല്ലേ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലെന്ന് എനിക്കറിയില്ല. ആ ബാവുട്ടിക്ക് കണ്ണൂർ ഒരു പെണ്ണുങ്ങളും കുട്ടികളും വിവരം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. എന്നാലും നമുക്ക് അന്വേഷിച്ച് കാണാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളിയന്റെ വർത്താനത്തിൽ ഞങ്ങൾക്ക് ഏറെക്കുറെ പിടുത്തം കിട്ടിയത് നടക്കൂല എന്നുള്ളത്. ഓന് കണ്ണൂര് പെണ്ണുങ്ങളും കുട്ടിയാളോ? ആരെന്നോട് ഇതൊക്കെ പറഞ്ഞു? ഓന്റെ എന്തെങ്കിലും ചലനങ്ങളെല്ലാം നമ്മൾ അറിയേണ്ട ഒരാളാണ്. ഇത് ഈ കേട്ടതൊന്നേ ഒരു ശരിയില്ല. അന്നെ ആരോ പറഞ്ഞിക്കാണ്ടേ പറ്റിച്ചതാണ്. എല്ലാ ബന്ധം എന്നോട് ഞാൻ പറയാം, ഒന്നും ശരിയല്ല ഇത് കേട്ടത്. ഇനിയിപ്പോ ഏതായാലേ ആ ഒരു എക്കച്ചെങ്കിലേ പെങ്ങളെ പങ്കെടുത്ത് കെട്ടിച്ചാതൊന്നും പറ്റൂല. ഏതായാലും ആ വിഷയം ഞങ്ങൾ വിട്ടണം, ആ വേണ്ട വെച്ചോണം. ആയിക്കോട്ടെ എന്നാല്. ആ ആയിക്കോട്ടെ. റസീന അവിടെ നിന്ന. ഞാൻ ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി കാത്തിക്കുന്നതിന് ഇവിടെ. എന്തേ? ആ എന്താ വെച്ചാലേ വേറൊന്നുമല്ല, കഴിഞ്ഞു പോയൊരു തെറ്റ് ഞമ്മക്ക് ഒന്ന് തിരുത്തണ്ടേന്നുള്ളതാ. അല്ലെങ്കിലോ നിസ്സാര കാര്യത്തിനാണല്ലോ നമ്മൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞേ. അന്നൊരു വാശിക്കൊരു കുജ്ജണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ എന്നെ കുറേ വന്ന് വിളിച്ചു, അന്ന് വെച്ച് പോകുന്നുമില്ല. പിന്നെ അതന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ എന്നെ തിരിച്ചു മടക്കിയെടുത്താലോ എന്നല്ല ഇങ്ങനെ ആലോചിക്കുക. അത് മാത്രമൊന്നുമല്ല, നിങ്ങൾ എന്നെ വന്നുകാണ്ട് കുറെ വിളിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അന്നൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് അളിയൻ പറഞ്ഞല്ലേ അന്ന് വിശ്വാസം. അല്ലെങ്കിലും അന്നും ഇന്നൊന്നും എനിക്കും ഇങ്ങോട്ട് വെറുപ്പൊന്നുമില്ല. എന്നാലേ ഞാൻ എൻ്റെ അപ്പാനും കാക്കാനൊന്ന് വന്ന് കാണുന്നുണ്ട് കേട്ടോ, ഒന്ന് പറഞ്ഞാണ്ട് ഇമ്മാനോടൊക്കെ. എന്നാ പോയിക്കോ. അല്ല മുജിബാക്ക, നിങ്ങളെന്താ ഞങ്ങൾ അർജന്റായിട്ട് കാണാൻ വിളിച്ചത്? എന്ത് സംഭവം? നമ്മളെ വോട്ടിന്റെ കല്യാണം ഓരോന്നും ഇങ്ങനെ മുടങ്ങിട്ട് മാത്രമേ നമ്മൾ അറിയുന്നുണ്ടായിരുന്നോ? അതിന്റെ വേക്കിൽ എന്താണ് ആരത് മുടക്കേണ്ടതൊന്നും അറിയില്ലായിരുന്നോ? അപ്പൊ ആളെ പിടുത്തം കിട്ടിയിരിക്കണു. ആരാപ്പതേ അങ്ങനത്തെ ഒരാള്? അങ്ങനെ മുടക്കാൻ പറ്റിയ ആൾക്കാര് നമുക്കൊന്ന് കാണല്ലോ അങ്ങനെയാണെങ്കിലേ. അത് പുറമാരുമല്ല, ഓന്റെ സ്വന്തം അളിയാൻ തന്നെയാണ് ഇതിന്റെ വേക്കിൽ ഈ കളിയൊക്കെ കളിച്ചത്. അതിന്റെ വ്യക്തമായ തെളിവുകളൊക്കെ എല്ലാം ഇതിന്റെ അടുത്തുണ്ട്. ആളിയാനോ? അങ്ങനെ നമുക്ക് ബാവുട്ടേക്കണമെന്ന് പറയണ്ടേ? പിന്നെ പറയാതെ പിന്നെ പറയണം. നമ്മളിപ്പോ അത് തനിക്കാലേ വോട്ടിനോടോ ആരോടൊന്നും പറയാനോ നിൽക്കണ്ട. അത് ഒന്നും ചെയ്യൽ ഓലെ അളിയാന്മാരും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടോ മാറും. അപ്പൊ നമ്മളായിട്ട് ഇപ്പൊ തനിക്കാലം അത് പറയണ്ട. അതല്ല നല്ലത്. അത് ഉറപ്പല്ലേ? ആ ആളിയാക്കാൽ ചെജ്ജൊന്നിക്ക് ഉറപ്പാണ്, പറഞ്ഞാണ് അതില് ഒരു സംശയമില്ല. പിന്നെ അതിനെ അങ്ങനെ വിടാൻ പറ്റില്ല. രണ്ട് കൊടുത്തുകൊണ്ട് വിടാൻ തെറ്റാണ്ട് എന്റെ കാജുകൾ തരിക്കാണ് ഇപ്പൊ. ഇപ്പൊ നമുക്ക് അതൊന്നും പറഞ്ഞിട്ടുള്ള നേരമല്ല. നമ്മളിപ്പോ ഓന്റെ കല്യാണത്തിന്റെ കാര്യം എന്താ വെച്ചല്ലേ അവിടെ പോയിക്കാണൊന്ന് ചർച്ച ചെയ്യാം. വരി നടക്കുള്ളൂ. അല്ല എന്താ എല്ലാവരും കൂടി പോകുന്നേ? വല്ല ടൂറിന് ഒരുപാട് എന്തെങ്കിലും ഉണ്ടാ ബാബുട്ടിനെ കൊണ്ട്? ഇപ്പൊ വേദുട്ടിയെ ഞങ്ങളിപ്പോ വന്നെന്താ വെച്ചാലേ ബോട്ടിന്റെയും റസീനാന്റെയും കല്യാണക്കാരും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിക്ക് വെച്ചാല് ഓളം ഇങ്ങോട്ട് തിരിച്ചെടുക്കാന്നുള്ളൊരു താല്പര്യമുണ്ട്. ഓളെ പെരക്കാർക്കും ബോട്ടിനെ കൊണ്ട് കെട്ടിച്ചാന്നുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകാനാവുമ്പോത്തിനെ അതൊന്ന് പറഞ്ഞേക്കാണ്ടേ നമ്മളൊരു ഇതിലേക്ക് എത്തുക, അതല്ല നന്നാവുക. അത് ശരി, അത് പറയാനാ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാണ്. അതൊന്നും നടക്കൂല. അത് ഞങ്ങൾ കുടുംബക്കാരെ കൂടി തീരുമാനിച്ചുറപ്പിച്ച കാര്യല്ലേ. റസീനാനൊന്നും ചെയ്യില്ല, കല്യാണവും ഇല്ല, അങ്ങോട്ട് കൊണ്ടുവരണോ വാണ്ടേണോ? അതൊക്കെ ആദ്യം തീരുമാനിച്ചല്ലേ. നിങ്ങൾക്കൊന്നും അറിയാത്ത മാരുണ്ട്. ഓനെന്താ വേറെ ഒന്നും പെണ്ണിട്ടൂലേ? അത് ശരി, ആദ്യം വർത്താനം പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കും വേണ്ട, അതിനുള്ള പരിപാടിയില്ല. റസീന 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 അതൊന്നുമില്ല. ഇത് പൊന്നാരളിയാക്ക, നിങ്ങൾ ഈ വാവുട്ടിക്ക് പെണ്ണ് കാട്ടിക്കൊടുക്കാൻ പോലും നോക്കാൻ പോലൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലായി. ഒന്നും നടക്കലില്ലെന്നുള്ളൂ. അതോരോ തന്തല്ലാത്ത നായ്ക്കൾ മുടക്കലാണ്. അത് നമുക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോ റസീനാനുള്ള കാര്യം ആണ് നടത്തി കൊടുക്കണം. അത് നിങ്ങൾക്ക് പറ്റുമോ?
അതിന് എനിക്ക് പറയാം നമുക്ക് അങ്ങനെ നടത്തുക മുജിബാക്കൊക്കെ പറഞ്ഞ പോലെ ഔട്ടിന്റെ കാര്യം നിങ്ങളെല്ലാരും വർത്താനം പറഞ്ഞിരിക്കട്ടാ ഞാൻ ആ സ്റ്റാൻഡ് ഉണ്ടാക്കട്ടെ ആ സമയത്ത് ചെയ്യും. ഹേയ് അതൊന്നും നടക്കൂലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലേ. എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ വാശി? ജസീനാണ് ഈ വാപ്പിട്ടിന്റെ തലി വെച്ചിട്ടുണ്ട്. എന്താ അത്ര വലിയ നിർബന്ധം? നിങ്ങൾക്ക് അതിന് വലിയ കാര്യലാഭം ഉണ്ടാവും. അല്ല എന്ത്? അത് മുജീബാക്ക, അതിപ്പോ നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചാലേ അത് ശരിയാവില്ല. അത് നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അതാണ് നല്ലത്. അതല്ല ഓട്ടെ എനിക്ക് വേദുട്ടിനെ പറ്റേ വേറൊരു കാര്യം സംസാരിക്കണം. വേദുട്ടി ഉണ്ടെന്ന എന്ത് മുജീബാക്ക നിങ്ങൾക്ക് സ്വകാര്യം പറയാനുള്ളത്? നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞാ പോരെ. ഇത്രയും പറഞ്ഞൊക്കെ അവിടെ തന്നെ അല്ലേ? അല്ല വേദുട്ടെ ഈ നമ്പർ ആരതാ? ഇതിന്റെ നമ്പർ കൂതരെ ഈ കണ്ട പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് എന്താന്നോ നമ്മളെ വോട്ടിക്ക് വരണ്ടേ കല്യാണമൊക്കെ മുടക്കിയ ആള് ഇയാൾ തന്നെയാണ്. ആ എല്ലാ തെളിവുകളും എൻ്റെ അടുത്തുണ്ട്. കല്യാണം ഉണ്ടാക്കാനും ഓൻ തന്നെ, അത് മുടക്കാനും ഓൻ തന്നെ. ഇനിയിപ്പോ ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിക്കണം. റസീനാന്റെയും ഓൻ്റെയും കല്യാണം അവിടെ ശരിയാക്കുക. അതവിടെ കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടെ കാണരുത്. എനിക്ക് അവിടെ ഒരു വരും കൂടിയൊക്കെ ഉണ്ടാക്കി തന്നപ്പോഴില്ല. അവിടെ പോയി അവിടെ നിന്നോണ്ടി കേട്ടോ. അതാ എന്നോട് പറയാനുള്ളത്. ഓന്റെ മനുഷ്യ വലുപ്പുണ്ടല്ലോ മുജിബാബ്ക്ക ചെയ്ത ഏതായാലും നന്നായി. അതിന് മാപ്പിളായി പോയി രക്കി ചെയ്യാൻ വെച്ചല്ലോ. ഒരു കാര്യമുണ്ട് മുജിബാക്ക, നിങ്ങൾ വാവട്ടിനെ അറിയിക്കരുതട്ടോ. മുജിബാക്കന്നോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞോളല്ലേ മനസ്സിലായത്. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടുള്ളൂ, ഒക്കെ മനസ്സിലായിട്ടോ. നമുക്ക് എന്തായാലും റസിനാന് വാവട്ടിന് കല്യാണം ഉടനെ നടത്തണം, പെട്ടെന്ന് നടത്തണം. അത്രയ്ക്ക് നിർബന്ധമാണ്. അത് നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. നമുക്ക് എന്താ ചെയ്യാൻ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അൽഹംദുലില്ലാ ഇപ്പോഴാണ് റായത്തായത്. എന്തായാലും ഒരു നല്ല കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞത്. നമുക്ക് വൈകണ്ടാളിയാക്കാ ഇതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഇപ്പൊ തന്നെ ഒരുക്കണം. ഒരു സംശയവും ഒരു ആമാന്തും ശരി പറഞ്ഞ ശരി. താത്തപ്പ ചായ ഉണ്ടാക്കാൻ പറ്റി കുറച്ചു നേരമായല്ലോ. ഞാൻ നോക്കിക്കാട്ടെ കേട്ടോ, ഒന്നിരിക്കട്ടോ. ജമീല എനിക്ക് ചായ വേണ്ട, ചൂടുള്ള മതിട്ടോ. വേണ്ടല്ലോ ഉപ്പ് ഇട്ടുള്ള